ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഒരു തെലുങ്ക് മൂവിയാണ് ബദ്മാഷ്ലു. മുരളീധർ ഗൗഡ്, വിദ്യാസാഗർ കരംപുരി, മഹേഷ് സിന്ദാല എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശങ്കർ ചെഗുരി സംവിധാനം ചെയ്ത സിനിമയാണ് ബദ്മാഷ്ലു. ഇതൊരു കോമഡി മൂവിയാണ്. 2025 ജൂൺ 6 തിയേറ്റർ റിലീസായത്. ബദ്മാഷ്ലു ഓഗസ്റ്റ് 7 OTT റിലീസ് ചെയ്യും. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് മാമൻ. സൂരി, ഐശ്വര്യലക്ഷ്മി, സ്വാസിക എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രശാന്ത് പാണ്ഡ്യരാജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് മാമൻ. ഇതൊരു ഫാമിലി മൂവിയാണ്. C5 ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 8 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് 3 BHK. സിദ്ധാർത്ഥ്, ശരത് കുമാർ, ദേവയാനി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശ്രീ ഗണേഷ് രചനയും സംവിധാനം നിർമ്മിച്ച സിനിമയാണ് 3 BHK. ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്നും നല്ല റെസ്പോൺസാണ് ലഭിച്ചത്. ആമസോൺ പ്രൈം വഴി OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ജിന്ന് എന്ന മലയാളം മൂവിയുമായി ബന്ധപ്പെട്ടതാണ്. സൗബിൻ ഷാഹിർ, ഷറഫുദ്ദീൻ, ഷൈൻ ടോം ചാക്കോ, ശാന്തി ബാലചന്ദ്രൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്ത സിനിമയാണ് ജിന്ന്. ഇത് ഒരു കോമഡി ഹൊറർ മൂവിയാണ്. ഒരു ഏവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും ലഭിച്ചത്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ മാസം ഇത് റിലീസ് ചെയ്യും. അടുത്തതൊരു മലയാളം മൂവിയാണ് ബാന്ദ്ര. ദിലീപാണ് ഇതിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ മാസം ലാസ്റ്റ് വീക്ക് ഇത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു മലയാളം മൂവിയാണ് നടികർ. ടോവിനോ തോമസിനെ നായകനാക്കി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത സിനിമയാണ് നടികർ. ടോവിനോ തോമസിനെ കൂടാതെ ദിവ്യ പിള്ള, സൗബിൻ ഷാഹിർ, ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ, ഭാവന എന്നിവർ ഇതിൽ മുഖ്യവേഷത്തിലെത്തുന്നു. സൈന പ്ലേ ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 8 മുതൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ. അനശ്വര രാജൻ, സിജു സണ്ണി, ജോമൻ ജ്യോതിർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി S. വിപിൻ രചനയും സംവിധാനം നിർവഹിച്ച സിനിമയാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ. ഇതൊരു കോമഡി എൻ്റർടൈൻമെൻ്റ് ആണ്. മനോരമ മാക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 14 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഫുട്ടേജ്. മഞ്ജു വാര്യർ, വിശാഖ നായർ, ഗായത്രി അശോക് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഫുട്ടേജ്. ഇതൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. സിനിമയ്ക്ക് നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്നും ലഭിച്ചത്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാസം സെക്കൻഡ് വീക്ക് ഇത് റിലീസ് ചെയ്യും. അടുത്തത് ഗെറ്റ് സെറ്റ് ബേബി എന്ന മൂവിയാണ്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ, ചെമ്പൻ വിനോദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. മനോരമ മാക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് ഇതിൻ്റെ റിലീസ് പ്രതീക്ഷിക്കുന്നു. അടുത്തത് വേല. ഷെയ്ൻ നിഗവും സണ്ണി വെയിനും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശ്യാം ശശി സംവിധാനം ചെയ്ത സിനിമയാണ് വേല. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതിൻ്റെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ മാസം ഇത് റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ.